ഇനി നമ്മൾ ആന ഇറങ്ങി ഓടിക്കഴിഞ്ഞ് ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ വിരണ്ട് ഓടിയില്ലേ? തൃശ്ശൂർ തൃപ്രയാറിലാണ് ഈ സംഭവം. ലോറിയിൽ നിന്ന് ഇറക്കിയായിരുന്നു, അപ്പോഴാണ് ആന വിരണ്ട് ഓടിയത്. വീടുകളുടെ ഗേറ്റൊക്കെ ആന തകർത്തു, നിരവധി തെങ്ങുകളൊക്കെ ആന മറിച്ചിട്ടു. ഇപ്പോൾ തളയ്ക്കാൻ ശ്രമം നടത്തി, അത് വിജയിച്ചു, തളച്ചു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. ദേ തളച്ച അവിടെ നിൽക്കുന്നുണ്ടല്ലേ, ഇവനാണ് ഇറങ്ങി ഓടിക്കളഞ്ഞത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഈ ആനയെ പ്രകോപിപ്പിച്ച് ഇറങ്ങി ഓടിയതാണോ അതോ സ്വന്തമായിട്ട് പ്രകോപനം ഏറ്റുവാങ്ങി ആന ഓടിയതാണോ? ഗുഡ് മോർണിംഗ്. എസ്കെൻ ഗുഡ് മോർണിംഗ്. സ്വന്തമായി പ്രകോപനം ഏറ്റുവാങ്ങി ആന ഓടിയതാണ്. ഉത്സവത്തിന് കഴിഞ്ഞ ശേഷം സാധാരണഗതിയിൽ ഒരു പറമ്പിൽ, ഈ തൃപ്പയാറിന് സമീപമുള്ള ഒരു പറമ്പിലാണ് ആനയെ കെട്ടാറുള്ളത്. അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് ലോറിയിൽ. അതിനിടയിലാണ് ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടയിൽ ആന ഒരു പറമ്പിലേക്ക് ഓടിക്കേറിയത്. തുടർന്ന് ആ പരിസരത്തുള്ള ഒരു വീടിന്റെ ഗേറ്റ് തകർത്തു, അവിടെ ഉണ്ടായിരുന്ന തെങ്ങുകളൊക്കെ മറച്ചിട്ടു. വലിയ ഭീതിജനകമായ സാഹചര്യമൊക്കെ സൃഷ്ടിച്ചിരുന്നു. ഏകദേശം 2.5 മണിക്കൂറാണ് ആ ഭീതിജനകമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നത്. പിന്നാലെ എലിഫന്റ് റെസ്ക്യൂ ടീം അടക്കമുള്ള ആളുകൾ എത്തി, പോലീസും എത്തി ആനയെ തളക്കാനുള്ള തീവ്ര ശ്രമം ഈ 2.5 മണിക്കൂർ നീണ്ട സമയത്തിൽ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആനയെ തളച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദേവീനന്ദൻ എന്ന ആനയാണ് ഇത്തരത്തിലൊരു പ്രശ്നക്കാരനായി മാറിയത് അവിടെ. പക്ഷെ ആളപായമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആന പുറത്തേക്ക്, അതായത് ലോറിയിൽ നിന്ന് ഇറക്കുന്ന ഘട്ടത്തിൽ തന്നെ ആന വിരണ്ടോടുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളൊക്കെ മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറിയതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ആന നേരെ ആദ്യം ചെന്ന് തകർത്തത് ഒരു ഗേറ്റാണ്. അതിനുശേഷമാണ് തെങ്ങുകളൊക്കെ മറിച്ചിട്ടത്. ഈ 2.5 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ഇപ്പോൾ ആനയെ തളച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ ഒരു പറമ്പിലാണ് ഇപ്പോൾ ആനയെ തളച്ചിരിക്കുന്നത്. SK. താങ്ക് യു വിഷ്ണു സുരേഷ്. എന്തൊരു ആശ്വാസം, ആൾക്കാരെ ഒന്ന് പേടിപ്പിച്ചു ആന, എന്നാലും ആന ഇപ്പോൾ തളയ്ക്കപ്പെട്ടു എന്നാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.